നമസ്കാരം. സാക്ഷാൽ ശ്രീ ദക്ഷിണാമൂർത്തിയുടെ അവതാരമായ ശങ്കരാചാര്യസ്വാമികളുടെ പ്രസിദ്ധമായ കൃതിയാണ് കനകധാരാസ്തവം. ഉപനയനത്തിന് ശേഷം ഗുരുകുലത്തിൽ വസിച്ച് വേദാധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഭിക്ഷ സ്വീകരിക്കാനായിട്ട് ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു. ഓരോ വീടിൻ്റെയും മുൻപിലെത്തി ഭവതി ഭിക്ഷാം ദേഹി എന്ന് ബ്രഹ്മചാരികൾ പറയുമ്പോൾ ആ ഗൃഹസ്ഥകളായിട്ടുള്ള സ്ത്രീകൾ ഭക്തിയോടുകൂടി ഈ ബ്രഹ്മചാരികൾക്ക് വിശപ്പ് മാറ്റാനുള്ള അരിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഭിക്ഷയായിട്ട് നൽകുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം. ഒരിക്കൽ ശങ്കരൻ തൻ്റെ സഹപാഠികളോടൊപ്പം ഇതുപോലെ ഭിക്ഷയെടുക്കാനായിട്ട് ഒരിടത്ത് എത്തിച്ചേർന്നു. അവിടെ വളരെ ഭക്തിനിഷ്ഠരായിട്ടുള്ള തപോനിഷ്ഠരായിട്ടുള്ള ഒരു ബ്രാഹ്മണ ദമ്പതികൾ താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഗൃഹത്തിലെത്തി ശങ്കരൻ ഭവതി ഭിക്ഷാം ദേഹി എന്ന് ചോദിക്കുമ്പോൾ കബോധവൃത്തി കൊണ്ട് കഴിഞ്ഞു കൂടിയിരുന്ന ആ കുടുംബത്തിൽ, കബോധവൃത്തി എന്ന് വെച്ചാൽ സാധാരണ വയലുകളൊക്കെ കൊയ്തതിന് ശേഷം അവിടെ വീണു പോകുന്ന ധാന്യം പെറുക്കിക്കൊണ്ടുവന്ന് ജീവിതവൃത്തി കഴിക്കുക, ഇതിന് കബോധവൃത്തി എന്ന്, അമൃതവൃത്തി ഇങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ അങ്ങനെ ഉള്ള ആ കുടുംബത്തിൽ ഇവർക്ക് ഭിക്ഷയായിട്ട് കൊടുക്കാനൊന്നുമില്ല. ആ ഗൃഹനായികയ്ക്ക് വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടുണ്ടായി. അവർ അവിടെ പോയി എല്ലാം തിരഞ്ഞു നോക്കിയിട്ട് അവസാനം കിട്ടിയ ഉപ്പിലിട്ട ഒരു നെല്ലിക്ക ഉണ്ടായിരുന്നു. അത് ശങ്കരൻ്റെ ഭിക്ഷാപാത്രത്തിലേക്ക് ഇടുമ്പോൾ അറിയാതെ അവരുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് കൂടി ശങ്കരൻ്റെ ഭിക്ഷാപാത്രത്തിലേക്ക് പതിച്ചു. ആ ഭിക്ഷ സ്വീകരിക്കുമ്പോൾ ശങ്കരൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് ലക്ഷ്മി ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് ശങ്കരൻ പാടിയ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച ആ ശ്ലോകങ്ങളാണ് കനകധാരാ സ്തോത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാം ഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാം ഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ. മുഗ്ധാ മുഹുർവിദധതി വദനേ മുരാരേ പ്രേമത്രപാ പ്രണിഹിതാനി ഗദാഗദാനി മാലാദൃശോർമധുകരീവ മഹോൽപലേയ സാ മേ ശ്രിയം ദിശതു സാഗരസംഭവായ. ആമീലിതാക്ഷമധിഗമ്യ മുദാ മുകുന്ദമാനന്ദഗന്ധമനിമേഷമനം ഗതന്ത്രം ആകേകരസ്ഥിതഗനീനികവക്ഷ്മനേത്രം ഭൂത്യൈ ഭവേന്മമ ഭുജം ഗശയാംഗനായാ. ബാഹ്വന്തരേ മധുജിതശ്രിതകൗസ്തുഭേയ ഹാരാവലീവ ഹരിനീലമയീ വിഭാതി കാമപ്രദാ ഭഗവതോപി കടാക്ഷമാല കല്യാണമാവഹതു മേ കമലാലയായ. കാളാംബുദാളിലളിതോ രസികൈഡഭാരേർ ധാരാധരേ സ്ഫുരതിയാ തടിദം ഗനേവ മാതുസ്സമസ്തജഗതാം മഹനീയമൂർത്തിർഭദ്രാണി മേ ദിശതു ഭാർഗവനന്ദനായ. പ്രാപ്തം പദം പ്രഥമത ഖലു യൽ പ്രഭാവാൻ മാംഗല്യഭാജി മധുമാധിനി മന്മഥേന മയ്യാപതേത് തദിഹമന്ധരമീക്ഷണാർത്ഥം മന്ദാലസം ചമകരാലയ കന്യകായാഃ. വിശ്വാമരേന്ദ്രപദവിഭ്രമദാനദക്ഷമാനന്ദഹേതുരധികം മുരവിദ്വിഷോപി ഈശൻ നിഷീദതു മയി ക്ഷണമീക്ഷണാർത്ഥമിന്ദീവരോദര സഹോദരമിന്ദിരായാഃ. ഇഷ്ടാവിശിഷ്ടമതയോപി യയാദയാർദ്രദൃഷ്ട്യാ ത്രിവിഷ്ടപപതം സുലഭം ലഭന്തെ ദൃഷ്ടിപ്രഹൃഷ്ടകമലോദരദീപ്തിരിഷ്ടാം പുഷ്ടിം കൃഷിഷ്ട മമ പുഷ്കരവിഷ്ടരായാഃ. ദദ്യാദ്ദയാനുപവനോ ദ്രവിണാംബുധാരാമസ്മിന്നകിഞ്ചന വിഹംഗശിശൗ വിഷണ്ണേ ദുഷ്കർമ്മഘർമ്മമപനീയ ചിരായ ദൂരം നാരായണ പ്രണയിനീ
നയനാംബുവാഹ. ഗീർദേവതേതി ഗരുഡധ്വജസുന്ദരീതി ശാകംഭരീതി ശശിശേഖരവല്ലഭേതി സൃഷ്ടിസ്ഥിതിപ്രളയകേളിഷു സംസ്ഥിതായൈ തസ്യൈ നമസ്ത്രിഭുവനൈക ഗുരോസ്തരുണ്യൈ. ശ്രുത്യൈ നമോസ്തു ശുഭകർമ്മഫലപ്രസൂത്യൈ രത്യൈ നമോസ്തു രമണീയഗുണാർണവായൈ ശക്ത്യൈ നമോസ്തു ശതപത്രനികേതനായൈ പുഷ്ട്യൈ നമോസ്തു പുരുഷോത്തമവല്ലഭായൈ. നമോസ്തു നാളീകനിഭാനനായൈ നമോസ്തു ദുഗ്ധോദധിജന്മഭൂമ്യൈ നമോസ്തു സോമാമൃതസോതരായൈ നമോസ്തു നാരായണവല്ലഭായൈ. നമോസ്തു ഹേമാംബുജപീഠികായൈ നമോസ്തു ഭൂമണ്ഡലനായികായൈ നമോസ്തു ദേവാദിദയാപരായൈ നമോസ്തു ശാർങ്ഗായുധവല്ലഭായൈ. നമോസ്തു ദേവ്യൈ ഭൃഗുനന്ദനായൈ നമോസ്തു വിഷ്ണോരുരസിദ്ധിതായൈ നമോസ്തു ലക്ഷ്മ്യൈ കമലാലയായൈ നമോസ്തു ദാമോദരവല്ലഭായൈ. നമോസ്തു കാന്ത്यै കമലേക്ഷണായൈ നമോസ്തു ഭൂത്यै ഭുവനപ്രസൂത്यै നമോസ്തു ദേവാദിഭിരർച്ചിതായൈ നമോസ്തു നന്ദാത്മജവല്ലഭായൈ. സംവൽക്കരാണി സകലേന്ദ്രിയനന്ദനാനി സാമ്രാജ്യദാനവിഭവാനി സരോരുഹാക്ഷി ത്വദ്വന്ദനാനി ദുരിതാഹരണോദ്യതാനി മാമേവ മാതരനിശം കലയന്തു മാന്യേ. സരസിജനിലയേ സരോജഹസ്തേ ധവളതമാംശുഗന്ധമാല്യശോഭേ ഭഗവതി ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭുവനഭൂതികരി പ്രസീദമഹ്യം. ദിഗ്ഹസ്തിഭി കനകകുംഭമുഖാവസൃഷ്ടസ്വർവാഹിനി വിമലചാരുജലപ്ലുതാംഗീം പ്രാതർനമാമി ജഗതാം ജനനീമശേഷലോകാധിനാഥ ഗൃഹിണീം അമൃതാബ്ധിപുത്രീം. കമലേ കമലാക്ഷവല്ലഭേ ത്വം കരുണാപൂരതരംഗിതൈ അപാംഗൈഃ അവലോകയ മാമകിഞ്ചനാനാം പ്രഥമം പാത്രമകൃത്രിമം ദയായാഃ. ദേവീ പ്രസീദ ജഗദീശ്വരി ലോകമാതഃ കല്യാണഗാത്രി കമലേക്ഷണ ജീവനാഥേ. ദാരിദ്ര്യഭീത ഹൃദയം ശരണാഗതം മാം ആലോകയ പ്രതിദിനം സദയൈഃ അപാംഗൈഃ. സ്തുവന്തി യേ സ്തുതിഭിരമീഭിരന്വഹം ത്രയീമയം ത്രിഭുവനമാതരം രമാം. ഗുണാധികാ ഗുരുതരഭാഗ്യഭാജിനോ ഭവന്തി തേ ഭുവി ബുധഭാവിദാശയാഃ. പ്രൗഢഗംഭീരമായ സാഹിത്യവും ഭക്തിയും എല്ലാം ചേർന്ന ഒരു ശങ്കരാചാര്യ കൃതിയാണ് കനകധാരാസ്തവം. മറ്റു കൃതികളിലെ പോലെ തന്നെ ഇതിലും ധാരാളം പാഠാന്തരങ്ങൾ കാണാൻ സാധിക്കും. ചില സ്ഥലത്ത് പദപ്രയോഗങ്ങളിൽ അതുപോലെ ശ്ലോകസംഖ്യയിലെല്ലാം ഇത് പൊതുവെ ശങ്കരാചാര്യ കൃതികളിലെല്ലാം നമുക്ക് ലഭ്യമാവുന്ന കൃതികളിലെല്ലാം ഈ പാഠഭേദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇവിടെ ആദ്യത്തെ 8 ശ്ലോകങ്ങളിൽ ലക്ഷ്മിയോടുള്ള പ്രാർത്ഥനയാണ്. ആ ലക്ഷ്മി കടാക്ഷം എന്നിൽ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയാണ്. തുടർന്ന് ഭഗവതിയെ നമസ്കരിക്കുന്നു, അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അവസാനിപ്പിക്കുന്ന ഫലശ്രുതിക്ക് മുമ്പുള്ള ശ്ലോകത്തിൽ വീണ്ടും ഭഗവതിയുടെ കടാക്ഷത്തിനായി കൊണ്ടുള്ള പ്രാർത്ഥനയാണുള്ളത്. നിറയെ മൊട്ടിട്ട് നിൽക്കുന്ന തമാലവൃക്ഷത്തിന് ചുറ്റും എങ്ങനെയാണോ വണ്ടുകൾ പാറിപ്പറക്കുന്നത്, അതുപോലെ ഭഗവാനെ ആശ്രയിക്കുന്ന, അതുകൊണ്ട് തന്നെ എല്ലാ ഐശ്വര്യങ്ങളും സ്വാധീനമായിട്ടുള്ള ആ ലക്ഷ്മി ഭഗവതിയുടെ കടാക്ഷം എനിക്ക് മംഗളം തരട്ടെ എന്നാണ് ആദ്യ ശ്ലോകത്തിലെ പ്രാർത്ഥന. വീണ്ടും പറയുന്നു,
ഒരു നീലത്താമരയ്ക്ക് ചുറ്റും വണ്ട് എങ്ങനെ പാറിപ്പറക്കുന്നു, അതുപോലെ കുറച്ച് അതിന് സമീപത്തേക്ക് വരണു, വീണ്ടും അകന്നു പോകുന്നു. അതുപോലെ വീണ്ടും വീണ്ടും ഭഗവാനിലേക്ക് നോട്ടം, കടാക്ഷം വർഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവതിയുടെ കടാക്ഷം എനിക്ക് ഐശ്വര്യം നൽകണമെന്ന് തുടർന്ന് പ്രാർത്ഥിക്കുന്നു. കൗസ്തുഭരത്നം ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ മാറിടത്തിലേക്ക് വീണ്ടും വീണ്ടും ഭഗവതിയുടെ കടാക്ഷം കൊണ്ട്, അത് ഒരു ഇന്ദ്രനീല രത്നം കൊണ്ട് നിർമ്മിച്ച മുത്തുമാല പോലെ തോന്നുന്നു എന്ന് പറയണം. അങ്ങനെയുള്ള ആ ഭഗവതിയുടെ കടാക്ഷം എനിക്ക് മംഗളം തരട്ടെ. കാർമേഘത്തിൽ മിന്നൽ കൊടി എങ്ങനെയാണോ അതുപോലെ വിഷ്ണുവിൻ്റെ മാറിടത്തിൽ ഒരു മിന്നൽ കൊടി പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ആ ലക്ഷ്മി ഭഗവതിയുടെ മഹനീയമായ കടാക്ഷം എനിക്ക് മംഗളം നൽകട്ടെ എന്ന് തുടരുന്നു. ഒരുവന് ഈ ലോകത്തിൽ ഇന്ദ്രപദവി വരെ കൊടുക്കുന്നതിന് സമർത്ഥമായിട്ടുള്ളതും മഹാവിഷ്ണുവിന് പോലും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള കരിങ്കൂവളപ്പൂവിൻ്റെ സാദൃശ്യം ഉള്ള ആ ഭഗവതിയുടെ കടാക്ഷം അല്പം എങ്കിലും എനിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധാരണ മനുഷ്യർക്ക് പോലും സ്വന്തം ദർശനം കൊണ്ട് ദേവപദം വരെ നൽകുന്നതായിട്ടുള്ള വിരിഞ്ഞ താമരപ്പൂവിൻ്റെ കാന്തിയുള്ളതുമായിട്ടുള്ള ആ ലക്ഷ്മി ദേവിയുടെ കണ്ണുകൾ എനിക്ക് അനുഗ്രഹത്തെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവതിയുടെ കടാക്ഷം ഒരു കാർമേഘമാണെങ്കിൽ ദുഷ്കർമ്മം ധാരാളം ചെയ്തിട്ടുള്ള, അതുകൊണ്ട് തപിക്കുന്ന ഒരു ദരിദ്രനായ വേഴാമ്പൽ കുട്ടിയാണ് ഞാൻ. ഇപ്പോൾ കരുണയാകുന്ന കാറ്റോടുകൂടി ധനമാകുന്ന വർഷധാരയെ ഭഗവതി എന്നിൽ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സരസ്വതിയും ലക്ഷ്മി, ഭൂമി, പാർവതി ഇങ്ങനെ പല പല ഭാവങ്ങളിൽ ഇരിക്കുന്ന ആ പരാശക്തിക്ക് നമസ്കാരം. ശ്രുത്യേ നമോസ്തു ശുഭകർമ്മ ഫലപ്രസൂത്യൈ. ശുഭമായ കർമ്മങ്ങളെ പ്രദാനം ചെയ്യുന്ന വേദമായിരിക്കുന്ന ഭഗവതിക്ക് നമസ്കാരം. രമണീയ ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന രതിക്കായിക്കൊണ്ട് നമസ്കാരം. താമരപ്പൂവിലിരിക്കുന്ന പരാശക്തിക്കായിക്കൊണ്ട് നമസ്കാരം. വിവിധ ഭാവങ്ങളിലിരിക്കുന്ന ഈ ലക്ഷ്മി ദേവിയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. വിഷ്ണു ഭഗവാനെ പോലെ രക്ഷണ കാര്യങ്ങളിൽ സമർത്ഥയായിട്ടുള്ളവളും പാലാഴിയിൽ നിന്നുണ്ടായത് അമൃതിൻ്റെ സഹോദരിയും ചന്ദ്രൻ്റെ സഹോദരിയുമായിട്ടുള്ള ആ ലക്ഷ്മി ദേവിയെ നമസ്കരിക്കുന്നു. സ്വർണ്ണത്താമരയെ ഇരിപ്പിടമാക്കിയിട്ടുള്ള ഈ ഭൂമണ്ഡലത്തിന് മുഴുവൻ നായികയായിട്ടുള്ള ദേവാദികളിൽ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ലക്ഷ്മി ഭഗവതിയെ നമസ്കരിക്കുന്നു. പ്രകാശരൂപിണിയായിരിക്കുന്ന, അതീവ സുന്ദരിയായിരിക്കുന്ന, ഐശ്വര്യങ്ങളുടെ മുഴുവൻ ദേവതയായിട്ട്, വിശ്വത്തിന് മുഴുവൻ മാതാവായിട്ട് വിരാജിക്കുന്ന ലക്ഷ്മി ഭഗവതിയെ നമസ്കരിക്കുന്നു. അമ്മേ, അവിടുത്തേക്ക് ചെയ്യുന്ന ഓരോ വന്ദനങ്ങളും സമ്പത്തിനെ തരുന്നതും ഇന്ദ്രിയങ്ങളെ ആനന്ദിപ്പിക്കുന്നതും സാമ്രാജ്യ വിഭവങ്ങൾ പോലും പ്രദാനം ചെയ്യുന്നതും ദുരിതങ്ങളെ ഇല്ലാണ്ടാക്കി തീർക്കുന്നതും ആണ്. അങ്ങനെയുള്ള ആ ഭഗവതി എന്നിൽ അനുഗ്രഹം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. താമരപ്പൂവിൽ വാഴുന്നവളായിട്ടുള്ള, താമരപ്പൂവ് കയ്യിൽ ധരിച്ചിട്ടുള്ള വെളുത്ത വസ്ത്രം, ചന്ദനം, മാല, ഇവയെല്ലാം കൊണ്ട് ശോഭിക്കുന്നവളായ ഭഗവതി, വിഷ്ണുപ്രിയേ, അങ്ങനെയുള്ള ഈ മൂന്ന് ലോകത്തിനും ഐശ്വര്യം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഭഗവതി എന്നിൽ അനുഗ്രഹിക്കണേ, എന്നിൽ പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ദിഗ്ഗജങ്ങളാൽ സ്വർണകുംഭങ്ങളിൽ നിന്നും സ്വർഗംഗയിലെ നിർമ്മലമായ ജലം കൊണ്ട് ധാര ചെയ്യപ്പെടുന്നവളായിട്ടുള്ള, സമസ്ത ലോകത്തിനും ഈശ്വരനായിട്ടുള്ള, ഈശ്വരൻ്റെ പത്നിയായിട്ടുള്ള അമൃതൻ്റെ കടൽ, ആ അമൃത കടലിൻ്റെ പുത്രിയായിട്ടുള്ള ആ ലോകമാതാവിനെ ഞാൻ നമസ്കരിക്കുന്നു. വിഷ്ണുപ്രിയയായ ഹേ ഭഗവതി, അവിടുത്തെ കടാക്ഷം കൊണ്ട് ദരിദ്രന്മാരിൽ ഒന്നാമനായിട്ടുള്ള ഈ അവിടുത്തെ ദയയ്ക്ക് പാത്രമായി തീരാൻ എന്നെ അനുഗ്രഹിക്കണേ, എന്നെ കടാക്ഷിക്കണേ. വീണ്ടും പ്രാർത്ഥിക്കണു. ഈ ലോകത്തിന് മുഴുവൻ ഐശ്വര്യം നൽകുന്ന ഭഗവതി, ദാരിദ്ര്യം കൊണ്ട് ഭീതി പൂണ്ട എന്നെ അവിടുത്തെ കണ്ണുകൾ കൊണ്ട് വീണ്ടും കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സ്തുതി അവിടെ അവസാനിപ്പിക്കുന്നത്. തുടർന്നൊരു ശ്ലോകത്തിൽ അതിൻ്റെ ഫലശ്രുതിയും കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഈ സ്തവം അവസാനിപ്പിക്കുന്നത്.
ശങ്കരൻ അതിമധുരമായി ഈ സ്തോത്രം ആലപിക്കുമ്പോൾ കൂടെയുള്ള സഹപാഠികളും ആ ഇല്ലത്തുള്ളവരും എല്ലാവരും ഒരു പ്രത്യേക നിർവൃതി കൊണ്ടിങ്ങനെ നിൽക്കണു. അവിടെ നിന്നും ശങ്കരൻ യാത്രയായി. എന്നാൽ ഭഗവതിയുടെ സാന്നിധ്യം ആ കുടുംബത്ത് ഉണ്ടായിരുന്നു. തുടർന്ന് അവരതിവേഗം ധാരാളം ഐശ്വര്യസമ്പന്നരായി തീർന്നു എന്നൊക്കെയാണ്. ആ വീട്ടിൽ കനകനെല്ലിക്ക് മഴയായിട്ട് പെയ്തു എന്ന് വരെ നാട്ടുകാർ പറയത്തക്ക വിധം അത്രമാത്രം ഊഹിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ സമ്പത്ത് ആ ഗൃഹത്തിൽ വന്ന് ചേർന്നു എന്നൊക്കെയാണ് ഈ കഥയിൽ ഈ കനകധാര സ്തോത്രത്തോടനുബന്ധിച്ചിട്ടുള്ള ഐതിഹ്യം.